പാർട്ടി വെയർ സാരീസിൻ്റെ ഒരു കളക്ഷൻ. ടസ ഫിനിഷിനാണ്, സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ട് വരുന്ന സെമി സിൽക്ക് സാരിയാണ്. ഈ ഒരു മെറ്റീരിയൽ ബേസ് ആക്ച്വലി ഞാനൊരു എൽഡർ ജനറേഷൻ്റെ ഒക്കെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ആർ കംഫർട്ടബിൾ വെയറിങ് ദിസ് ബിക്കോസ് നമുക്ക് അതിനകത്ത് തീരെ ഒരു വെയിറ്റ് ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാരിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു എംബ്രോയിഡറിയുടെ ഒരു വെയിറ്റ് ഇതിനകത്ത് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ട് തന്നെ ഒരു പാർട്ടി വെയർ ലുക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്കൊരു ഫ്ലോറൽ സ്കാറ്ററും ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2749 റേഞ്ചിൽ വന്നിരിക്കുന്ന ടസ ഫിനിഷിൽ വരുന്ന സെമി സിൽക്ക് സാരീസാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് ഒന്ന് കാണാം കേട്ടോ. അപ്പം ഞാൻ ഉടുത്തേക്കുന്ന ഷെയ്ഡ് ഇസ് എ വെരി പ്രിട്ടി ഷെയ്ഡ്. ആ ഒരു ഗ്രീൻ ടോണാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൻ്റെ കൂടെ എംബ്രോയിഡറി ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടാണ് എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് സെയിം ടോണിൽ വന്നിരിക്കുന്ന ഒരു ആരോ കൈൻഡ് ഓഫ് ഒരു ജോമെട്രിക് പാറ്റേൺ. ആൻഡ് വിത്ത് ദാറ്റ് വി ഹാവ് ലൈറ്റ് ഗോൾഡ് സീക്വൻസ്. ആൻഡ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒലിവ് ഗ്രീൻ, റസ്റ്റ് ഓറഞ്ച് ആൻഡ് ബേജ്, ഒരു യെല്ലോയി ബേജ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കോമ്പിനേഷനാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് ആ ഒരു ലൈറ്റ് ഗോൾഡ് സീക്വൻസ് 1 ആയിട്ട് ആ ഒരു ഓരോ ഫ്ലോറലിൻ്റെയും ബിഗ് പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷിമറും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ഓവർ ദ സാരി ഇങ്ങനെ തന്നെയാണ് വരുന്നത് ടിൽ പല്ലു വരേക്കും. സോ ദിസ് ഈസ് ആൻ അനിയൻ പിങ്ക് വിത്ത് ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെ ബ്ലൗസിനകത്തായിട്ട് നമുക്ക് സ്ലീവിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് എ ഡിസൈൻ. ഇതൊരു ക്രൂ നെക്ക് പോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബീഡഡ് ജ്വല്ലറി ഇസ് ഫൈൻ, ഓർ ഇഫ് യു വോണ്ട് ഗോ ഫോർ എ ചോക്കർ യു ക്യാൻ ഗോ ഫോർ എ ഡീപ്പ് വി നെക്ക്. നെക്ക് ലൈൻ മാറുന്ന അനുസരിച്ചിട്ട് യു ഷുഡ് ആക്ച്വലി ചേഞ്ച് ദി ആക്സസറീസ്. അതൊക്കെ എല്ലാവരും ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പലയിടത്തായിട്ട് അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ബെസ്റ്റ് വി നെക്കിൻ്റെ കൂടെയൊക്കെ ഒരു പാർട്ടി വെയർ ലുക്കിലൊക്കെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വി ക്യാൻ ഗോ ഫോർ എ ചോക്കർ പാറ്റേൺ. ക്രൂനെ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ ഗോ ഫോർ എ സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് ഓർ നെക്ക് പീസസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബീഡഡ് ആയിട്ടുള്ള ഒരു ലോങ് ചെയിൻ ഇസ് ഓൾസോ ഗോയിങ് ടു വർക്ക് ഫോർ ദിസ് വൺ. ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ബൾക്കി ആവാണ്ട് ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഒരു ഇറ്റ്സ് സംതിങ് ഒരു ജോർജറ്റ് വേണ്ട, പക്ഷെ നമുക്ക് ബിക്കോസ് ഓഫ് ദ ട്രാൻസ്പെറൻസി, പക്ഷേ ആ ഒരു സ്റ്റൈല് വേണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സിമിലർ. പക്ഷെ ടസ ഫിനിഷിലാണ്, നമുക്ക് അങ്ങനെ ഒരു സ്റ്റൈലായിട്ട് നമുക്കത് വെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ എംബ്രോയിഡറി കളേഴ്സൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് എ ഗ്രേ ഷെയ്ഡ്, പക്ഷേ ഒരു ക്ലൗഡ് ടോൺ വരുന്നുണ്ട്. ആ ഗ്രേക്കകത്ത് ബ്ലൂ ടോണായിട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഗ്രേ. ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാലും നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ബ്ലൗസ് പീസ് ഇതിനകത്ത് ടസ ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മെറ്റാലിക് ഷീനാണ് കളേഴ്സിനൊക്കെ. ആൻഡ് വി ഹാവ് എ ബ്ലൂ ടോൺ. സ്കൈഡ് അത്ര ലൈറ്റ് അല്ല, കുറച്ചും കൂടെ ഡാർക്കർ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റർ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. അതാണ് എൻ്റെ ഷെയ്ഡ്. വെയർ ചെയ്യുമ്പോൾ ലുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഫോൾഡ്സ് ഒക്കെ ഒന്ന് പ്രീ എക്സിസ്റ്റിംഗ് ഫോൾഡ്സ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. അതാണ്ട് നെക്സ്റ്റ് വൺ. ഞാൻ എപ്പോഴും സാരി വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഐ പ്രിഫർ ഒന്ന് ഒരു 2 ഫോൾഡ് അല്ലെങ്കിൽ ഒരു 4 ഫോൾഡ് ഇട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലീറ്റ്സിൻ്റെ അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഐ ഫൈൻഡ് ഇറ്റ് കൺവീനിയൻറ്റ്. നമുക്കത് ബുദ്ധിമുട്ട് തോന്നത്തില്ല. മുന്നേ ഉള്ള ഫോൾഡ്സ് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ടൊക്കെ സാരി ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. സോ ദ ലാസ്റ്റ് വൺ ഇസ് എ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ബേജ് ഷെയ്ഡ്. RP 382 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2749. ഡു ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇന്നത്തെ സാരിയിൽ ഏറ്റവും പ്രിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ. ഓർഗൻസ സാരി 2 കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഓൺ റെഡും പിന്നെ റെഡ് ഓൺ വൈറ്റും ആയിട്ട് 2 കോമ്പിനേഷൻസ്. ഒരു സോഫ്റ്റായിട്ട് വന്നിരിക്കുന്നത് നല്ല ഫോളുള്ള ഒരു വിസ്കസ് ഓർഗൻസയിൽ കട്ട് വർക്ക് എംബ്രോയിഡറി പാറ്റേൺ സ്കാലപ്പോട് കൂടി വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ. ആൻഡ് ബോഡി പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
ബ്ലൗസ് നല്ല രസമുണ്ട്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസിനകത്ത് ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. 3099 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. അത് വെരി പ്രിട്ടി സാരി. നമുക്ക് അതിൻ്റെ ആ ഒരു ഫോളൊക്കെ നല്ല ഭംഗിയാണ്. നമുക്കൊരു ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല രസമായിരിക്കും കേട്ടോ. ബ്ലൗസിനകത്ത് പിന്നെ വേറൊരു ബോർഡർ പാറ്റേൺ ആയിട്ടൊന്നും വരുന്നില്ല. അതിനകത്ത് നമുക്ക് ഈ ഒരു ഓൾ ഓവർ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് എംബ്രോയിഡറി ഡിസൈനിൽ വന്നേക്കാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസും ആണ്. നല്ലൊരു സൈസ് വരുന്ന ഫ്ലോറൽസ് ആണ്. ഇറ്റ്സ് നോട്ട് ടു ബിഗ്, ഇറ്റ്സ് നോട്ട് ടു സ്മോൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലുക്കാണ്. ആൻഡ് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈൻസ്. അപ്പോൾ ഈ ബോർഡറിൽ വന്നിരിക്കുന്ന അതേ ഫ്ലോറൽസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് വിത്ത് ദാറ്റ് കട്ട് വർക്ക് പാറ്റേൺ. അതൊരു സ്ക്വയർ പാറ്റേണിലാണ് വരുന്നത് വിത്ത് സ്കാലപ്പ് ഓൾസോ. അപ്പോൾ പോർഷനിൽ നമ്മൾ ഉടുത്ത് കുത്തുന്നിടത്തോളം വരെ വരുന്നുണ്ട്. ആൻഡ് ലോ പോർഷനിലെ ബോർഡർ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഷെയ്ഡ്സിലാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലസൻറ്റ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡാണ് കേട്ടോ. ഇറ്റ്സ് വെരി ക്ലോസ് ടു എ ചില്ലി റെഡ്, നോട്ട് ഒരു മെറൂണിഷ്, ഫുൾ ഡാർക്ക് മെറൂണും അല്ല കേട്ടോ, നല്ല റെഡ്. അപ്പോൾ 3099 റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു പേൾസും ആയിട്ടൊക്കെ പെയർ ചെയ്യാനും നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഫ്ലോറൽസ് നമ്മൾ ആ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്ക് ഫുള്ളായത് കാണുന്ന രീതിയിൽ കുറച്ച് എൽബോ ലെങ്ത് ക്രൂ നെക്ക് ടൈപ്പ് ഓഫ് ബ്ലൗസസ് അങ്ങനത്തെ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ ഭംഗി. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോറൽസ് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുക. വെയർ ചെയ്യുമ്പോഴത്തേക്ക് അടുക്കി കുത്തി കൊടുക്കാം, ഇല്ല നമുക്ക് സിംഗിൾ പ്ലീറ്റ് ആണെങ്കിലും വിസ്കസ് ഓർഗൻസയാണ്. അപ്പോൾ അതിൻ്റേതായൊരു ട്രാൻസ്പെറൻസി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ കാഷ്വൽ പ്ലീറ്റ് ഇട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ക്രോപ്പ് ടോപ്പ് ലുക്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. ഒരു 14 ഇഞ്ചിന് അബവ് ആയിട്ട് എന്തായാലും 15 ഇഞ്ചോളം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ലതായിരിക്കും. ആൻഡ് എൽബോ ലെങ്ത് സ്ലീവും ഒക്കെ കൊടുത്തിട്ട്, ഓർ യു കെൻ ഈവൻ ഗോ ഫോർ എ പ്രിറ്റി ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് എ സ്ലീവ്. അപ്പോൾ ഒരു യങ് ക്രൗഡ് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്ക് ക്യാരി ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് സ്ലീവ് ഓക്കെ ആണ് കേട്ടോ. സോ 2 ടോൺസിനകത്ത് RP 386 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ. വിസ്കസ് ഓർഗൻസയിൽ സോഫ്റ്റ് ഫോളിലാണ് വരുന്നത്. പ്ലീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. നമുക്ക് എടുക്കാനും എളുപ്പമാണ്. പ്ലീറ്റ്സ് എടുക്കാൻ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കാനും പറ്റും കേട്ടോ. ഇതാണ് എൻ്റെ പ്ലീറ്റൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു ഭംഗി. കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് അവിടെ കിടക്കും. ഇപ്പോൾ ഒരുപാട് പ്ലീറ്റ്സ് എടുക്കാം നമുക്ക്. യൂഷ്വലി എടുക്കുന്നതിനെക്കാട്ടിലും ഒരു കുറച്ചും കൂടി ഒന്ന് തിന്നറാക്കിയാലും കുഴപ്പമില്ല, കിട്ടും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിക്കകത്തും ഇതേപോലെ തന്നെ വൈറ്റിനകത്ത് റെഡ് ഫ്ലോറൽസ് ആണ്. ടാസ ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു സൽവാർ. ആൻഡ് ഇത് നമുക്ക് പാർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. സട്ടിൽ കളേഴ്സ് നോക്കുന്നവർക്ക് നമുക്കിപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു 4 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ടസർ ഫിനിഷിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ടോപ്പും അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ടസറിൻ്റെ ആ ഒരു ഒരു സ്ലബ് ഹാൻഡ്സ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ബോർഡർ പാറ്റേൺ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോർഡർ ഡിസൈനും വരുന്നുണ്ട്. എല്ലാം ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ. ടോപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസ് ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ വരുന്നുണ്ട്. എംബ്രോയിഡറി ഡിസൈനും ആൻഡ് ഡോബി വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ല്യൂറക്സ് ഗോൾഡൻ യാണിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നല്ലൊരു ഒക്കേഷണൽ വെയർ ലുക്ക് വരും. നമുക്കിതിനകത്ത് സെൻറ്റർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു റൗണ്ട് നെക്ക് ഡീപ്പ് റൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ആൻഡ് ഓൾ ഓവർ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ. ഇവിടെ നമുക്ക് ബട്ടൺ ഡീറ്റെയിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഓപ്പണിംഗ് ഇല്ലാണ്ടോ നമുക്ക് ബട്ടൺ ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. ആൻഡ് ഹെഡ് ടു സിംഗിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സറ്റൂൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ടോൾ ഫീലിന് അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓൾ ഓവർ ആയിട്ട് വരുന്ന ഒരു ലുക്ക്. ആൻഡ് ദെൻ ഫസ്റ്റ് വാസ് എ മോഫ് ഷെയ്ഡ് ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രേ ടോൺ. ഗ്രേയുടെ ലുക്ക് വരുന്നത് ഇതാണ്. സെയിം പാറ്റേൺ ഡിസൈൻ തന്നെയാണ്. ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാൽ വിത്തൗട്ട് എംബ്രോയിഡറി ഡോബി ഡോട്ട്സ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റും കൂടെ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. മറൂൺ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് എല്ലാ കളേഴ്സിൻ്റെ അകത്തും ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ. എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് സെയിം ഇതിൽ തന്നെയാണ്.
ആൻഡ് ദിസ് ഇസ് എ പ്രിട്ടി ദുപ്പട്ട. നമുക്ക് മറ്റ് സെറ്റ്സിൻ്റെ കൂടെ വേണമെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ പെയർ ചെയ്യാനും പറ്റും. സിമ്പിൾ ആൻഡ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ബോർഡർ വൈസാണ് വന്നിരിക്കുന്നത്. അകത്തോട്ട് സെൻറ്റർ പോർഷനോട് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ ദിസ് ഇസ് ദി ഗ്രേ ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു ടീൽ ഗ്രീൻ ടോണിലാണ് വരുന്നത്. ബേജും കൂടെ ഒരു ഒലിവ് ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ബേജ് ഷെയ്ഡും കൂടെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് 2799 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റാണ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വണ്ടെ ടോപ്പ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം, സറ്റൂൺ ബോട്ടം. ഒരു ഗ്ലോസി ഫിനിഷ് വന്നിട്ടുള്ള സറ്റൂൺ ബോട്ടമാണ് കേട്ടോ. ആൻഡ് ദെൻ ദിസ് ഇസ് ദി ദുപ്പട്ട. ഗ്ലോസി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ലോ ക്വാളിറ്റി ഗ്ലോസ് അല്ല, നല്ലൊരു ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. സോ ദിസ് ഇസ് ദി ടോപ്പ്. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ ലുക്ക് ഇതാണ്. ലാസ്റ്റ് വി ഹാവ് എ ബേജ് ടോൺ, ഒരു ടിൻറ്റ് ഓഫ് മെഹന്തി ആൻഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള ബേജാണ് കേട്ടോ. മെഹന്തി ടോൺ വരുന്നുണ്ട്. ദിസ് ഇസ് ദി ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. സെയിം ഷെയ്ഡ്, ബോട്ടം സറ്റൂൺ ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ഓൾഡ് ലുക്ക്. ഇതെല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റും. വർക്ക് വെയർ ആയിട്ട് നോക്കിയാലും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. സോ ദീസ് ആർ അവൈലബിൾ ഫോർ റെഡി ടു ഡിസ്പാച്ച്. ഇൻ സ്റ്റോറും നമ്മളത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. SWൻ്റെ കോഡിലാണ് വന്നിരിക്കുന്നത്. വീഡിയോയുടെ മുകളിൽ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് പേജിൽ പോകാം.